അർജന്റീനയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ടീമുകളിലൊന്നായി മാറിയിട്ടുണ്ട് കേപ്പ് വെർദെ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ഗ്രൂപ്പ് റൗണ്ടിൽ സ്പെയിനെയും ഉറുഗ്വേയൊക്കെ തന്നെ പൂട്ടിയതുപോലെ അർജന്റീനയ്ക്കും പണി കൊടുക്കാൻ ഈ സംഘത്തിനാവുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഈ ലോകകപ്പിലെ അദ്ഭുത സംഘമാണ് കേപ്പ് വെർദെ എന്ന കൊച്ചു രാജ്യം. അവരുടെ പ്രകടനം അത് ഇതിനോടകം തന്നെ എല്ലാ ഫുട്ബോൾ ലോകത്തിൻ്റെ കയ്യടി മൊത്തം അവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ലിയോണൽ മെസ്സിയുടെ അർജന്റീനയാണ് എതിരാളികൾ. അർജന്റീനയെ പോലെ ഒരു മഹാമേരുവിനെതിരെ ബൂട്ട് കെട്ടുമ്പോൾ കേപ്പ് വെർദെക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. നേടിയെടുക്കാൻ ഒരു ചരിത്രമുണ്ട്. ഇനി അതല്ല, ലോക ചാമ്പ്യന്മാരുടെ കരുത്തിനു മുന്നിൽ ആ സ്വപ്നയാത്ര അവസാനിച്ചാലും നിരാശപ്പെടേണ്ട. ഫുട്ബോൾ ഭൂപടത്തിൽ തങ്ങളെ അടയാളപ്പെടുത്തിയാകും മടക്കം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ അറ്റത്ത് വെറും 5.5 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ഒരു കൊച്ചു രാജ്യം. വലിയ പരിശീലന സൗകര്യങ്ങളോ കോടികൾ മറിയുന്ന ആഭ്യന്തര ലീഗുകളോ ഒന്നുമില്ല. പക്ഷേ സ്വന്തം നാടിന്റെ ദാരിദ്ര്യത്തോടും പ്രതിസന്ധികളോടും കളത്തിലെന്ന പോലെ അവർ പടവെട്ടി. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ കൊച്ചു ദ്വീപ സമൂഹങ്ങളിൽ നിന്ന് വിയർപ്പും കണ്ണീരും കൊണ്ട് ലോകകപ്പ് സ്വപ്നത്തിലേക്ക് കേപ്പ് വെർദെ വള്ളം തുഴഞ്ഞെത്തി. സ്പെയിനിനെ സമനിലയിൽ തളച്ചു തുടങ്ങി. സൗദിയോടും ഉറുഗ്വേയോടും സമനില. ലോകകപ്പിൽ വമ്പന്മാരെ ഓരോരുത്തരായി പൂട്ടി കേപ്പ് വെർദെ നെഞ്ചു വിരിച്ച് നടന്നു കയറിയത് ഒടുവിൽ നോക്കൌട്ടിൽ. ഇനി മറികടക്കേണ്ടത് അർജന്റീന എന്ന കടമ്പ. കേപ്പ് വെർദെയെ നിസാരരായി കാണില്ലെന്ന് സ്കലോണി പറഞ്ഞിട്ടുണ്ട്. കരുതിയിരിക്കണം മെസ്സിപ്പട. കേപ്പ് വെർദെയെയും പരിശീലകൻ ബുബിസ്റ്റയുടെ തന്ത്രങ്ങളെയും. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.